ഞാൻ 32 ഇയേഴ്സ് ആയപ്പോഴാണ് സ്റ്റാർട്ട്. ഇതാണ് ശരിയായ പാത്ത്. വൺസ് നമ്മളത് ചൂസ് ചെയ്ത് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു എവിടെയെങ്കിലും വന്നാൽ മതി എന്ന് വിചാരിക്കും. പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ലക്ക് മാത്രം കൊണ്ട് ഒരു പരീക്ഷയും എങ്ങനെയായിരുന്നു അതിനോടുള്ള കുറച്ച് ഒന്നുകൂടെ ചോദിക്കേ, എന്തായിരുന്നു ചോദ്യം? അത് ആൻസർ ചെയ്തത് വീട്ടമ്മയാണോ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ള വ്യത്യാസത്തിലല്ല നമുക്ക് മാർക്ക് കിട്ടുന്നത്. കൂടുതലായിട്ട് പഠിക്കുന്ന തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പഠിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക, പേടിക്കാതിരിക്കുക. അയ്യോ, എന്നാ ഒരു ബ്രേക്ക് എടുക്കാം അല്ലേ? PKPSC Corner. Craft your future. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു PKPSC കോർണർ സക്സസ് സ്റ്റോറീസ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 27ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീരേഖയാണ്. വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഓരോ PSC ആസ്പിരൻറ്റിനും ഓരോ അമ്മമാർക്കും ജോലിക്കിടയിൽ പഠിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ആവാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം 12 വർഷത്തോളം IT ജോലി ചെയ്യായിരുന്നു. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. പക്ഷേ ശ്രീരേഖയുടെ സ്വപ്നം എപ്പോഴും ഒരു സർക്കാർ ജോലിയായിരുന്നു. ശ്രീരേഖയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. സ്വാഗതം ശ്രീരേഖ. താങ്ക് യു. അപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാനായിട്ട് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ശ്രീരേഖ. ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അതിനുശേഷം ഒരു 12 ഇയേഴ്സ് IT കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഗവൺമെൻറ് സർവീസിലേക്ക് വന്നത്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് 2 കുട്ടികളുണ്ട്. മോള് 8ലാണ്, മോൻ 2ാം ക്ലാസ്സിൽ. പറഞ്ഞതുപോലെ ഇപ്പോൾ പഠിച്ചത് BTech ആണ്, പിന്നെ 12 വർഷം IT ജോലി. അപ്പോൾ IT ജോലിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് സർവീസ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? പ്രധാനമായിട്ട് ജോബ് സെക്യൂരിറ്റി തന്നെയായിരുന്നു നോക്കിയത്. അവിടത്തേക്കാളും തീർച്ചയായിട്ടും ഗവൺമെൻറ് സർവീസിനാണത് ഉള്ളത്. പിന്നെന്നുള്ളത് പ്രൊമോഷൻസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ബയസ് ഇല്ലാതെ നടക്കുന്നത് ഗവൺമെൻറ് സർവീസിലാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒരു 5 വർഷത്തോളം US ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ ഇപ്പോൾ പലരും ആണെങ്കിൽ ഒരുപാട് പേര് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ആരും തിരിച്ചു വരാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ശ്രീരേഖ US ജോലി ഉണ്ടായിട്ടും തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഗവൺമെൻറ് സർവീസിലൊക്കെ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഗവൺമെൻറ് സർവീസിലേക്ക് വരാനുള്ളത് പ്രധാനമായിട്ടും ഈ 2 കാരണങ്ങൾ തന്നെയാണ്. പിന്നെ US നിന്ന് ഇന്ത്യയിലേക്ക് വരാനും കുറച്ച് പേഴ്സണലായിട്ടുള്ള റീസൺസും, പ്രധാനമായിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ നാട്ടിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, അതായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം. പ്ലസ് ഗവൺമെൻറ് സർവീസിലേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ PSCയിലോട്ട് വരുമ്പോൾ പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? 2 കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തിയിട്ട് എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ തുടക്കത്തിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സ്ട്രാറ്റജൈസ് ചെയ്തില്ലായിരുന്നു. പക്ഷേ പോകെ പോകെയാണ് അത് ക്ലിയർ ആയിട്ട് വന്നത്. അപ്പോൾ തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു 1 hour 2 hour ഒക്കെ ജസ്റ്റ് നോക്കും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും. അന്നേരം എനിക്കതത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പം ആദ്യത്തെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പോരാ, ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, വളരെയധികം പ്രിപ്പയർഡായിട്ട് വളരെ കോമ്പറ്റീഷനുള്ളൊരു മേഖല ആണെന്നാണ് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോഴാണ് പതുക്കെ എൻ്റെ രീതികളെ മാറ്റി പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ യൂഷ്വലി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂമിനകത്തിരിക്കുക, അവിടെ ഇരുന്ന് ക്ലോസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളൊരു അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും ആവശ്യമായിട്ടൊക്കെ വരും. അപ്പോൾ എനിക്ക് ഈ കിട്ടുന്ന സ്ഥലത്തിരുന്നങ്ങ് പഠിക്കും. അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ, അല്ലെങ്കിൽ അവരൊക്കെ ബഹളം വെച്ചിങ്ങനെ ചുറ്റുമൊക്കെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ പഠിക്കാനുള്ളൊരു ഇത് അങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തു. അത് പോകെ പോകെയാണ് അങ്ങനെ ആയത്. തുടക്കത്തിൽ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. കാരണം ഒരുപാട് അമ്മമാർ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് സമയം കണ്ടെത്താമെന്ന് പലർക്കും അറിയുന്നില്ല. കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടയിൽ വെച്ചിട്ടാണ് ഈ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് അമ്മമാർക്കുള്ള ഒരു കൺഫ്യൂഷനാണ് ഓൺലൈൻ, അല്ലെങ്കിൽ അമ്മമാർക്കല്ല, എല്ലാ ആസ്പിരൻസിനുള്ള ഒരു കൺഫ്യൂഷനാണ് PSC കോച്ചിങ് ചൂസ് ചെയ്യുമ്പോൾ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? അപ്പോൾ ഏതാണ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ശ്രീരേഖയ്ക്ക് തോന്നിയേക്കുന്നത്? അപ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് ഓൺലൈൻ മോഡാണ്.
ഞാൻ ഓഫ്ലൈനിൽ പോയിരുന്നു, 2-3 മന്ത്സ് പോയിരുന്നു. പിന്നെ അത് കൊറോണ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഓൺലൈനിലേക്ക് മാറിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ട്രാവൽ ചെയ്യണ്ട, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്ലസ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് റീവിസിറ്റ് ചെയ്യാം, വീണ്ടും വീണ്ടും കേൾക്കാം. അപ്പം നമ്മൾ ആ ഒരു അതേ ഇമ്പാക്റ്റിൽ നമുക്ക് വീണ്ടും വീണ്ടും റെക്കോർഡ്സ് കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് ചെയ്യുന്നതാണ് എനിക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത്. അപ്പോൾ ഒരു MNCയിൽ വർക്ക് ചെയ്യായിരുന്നു, US-ലായിരുന്നു, ഒരു റിസ്ക് എടുത്തിട്ടുണ്ട്, വലിയൊരു റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം എവിടെ നിന്നാണ് ലഭിച്ചത്? നമ്മൾ ഫാമിലിയായിട്ടൊരു ഡിസിഷൻ എടുത്തതാണ്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് വർഷം ഇങ്ങനെ ചിന്തിച്ച് കഴിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് അവിടെ ഉണ്ട്, വരണോ വേണ്ടയോ. പക്ഷെ ഞങ്ങളുടേതിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ തീരുമാനമായിരുന്നു. കുട്ടികളെ ആ ഒരു കൾച്ചറിൽ അവിടെ നിർത്തി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഫിനാൻഷ്യലി ഉള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് ശരിയാണ്, എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ വലുതാകുമ്പോഴുള്ളൊരു കൾച്ചറെല്ലാം ഞങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെ പഠിക്കുന്നത് അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചത്. ഒരുപാട് കാലം പഠിച്ചിട്ടാണോ ഈ ഒരു റാങ്കിലോട്ട് എത്തിയത്? ഇതിന് മുന്നേ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ടോ? എത്ര കാലം എടുത്തു ഇതൊന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാൻ 32 ഇയേഴ്സ് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞാണ് ഞാൻ ജോലിയിൽ കയറിയത്. അപ്പോൾ ഊഹിക്കാമല്ലോ, അത്രയും നാളത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരുപാട് 2-3 എക്സാമുകൾ എഴുതി. പിന്നെ എഴുതാൻ പറ്റാതിരുന്ന കൊറോണ കാരണമാണ് കുറേ ഗ്യാപ്പ് വന്നത്. അതിനു മുമ്പ് എഴുതിയ പരീക്ഷകളൊന്നും എവിടെ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഓരോ പരീക്ഷകളിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ സക്സസിന്റെ പോലെ അത്രയധികം ഇമ്പോർട്ടൻസും ഉണ്ട് ഫെയിലിയറിന്റെ ഒരു ആക്സെപ്റ്റൻസിനും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ശരിയാണ്, നമുക്ക് വിഷമം വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പരീക്ഷ കഴിഞ്ഞ് എഴുതി അതിൻ്റെ മാർക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമാകും. കാരണം നമ്മൾ നല്ലോണം പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവും. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് ശരിയായ രീതി അല്ലായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ ഉള്ളൊരു മനസ്സ് വേണം. അപ്പം ഞാൻ പഠിക്കുന്ന രീതി തന്നെയാണ് ശരിയെന്ന് വിചാരിക്കാതെ റിസൾട്ട് കിട്ടാതാവുമ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് പുതിയൊരു അപ്രോച്ച് എടുത്ത് പഠിക്കണം. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ ഇതിൽ എന്നുള്ള ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് വേണം എന്നാണ്, അത് ഡെവലപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ PKPSC കോർണർ ഇപ്പോൾ പറഞ്ഞു ഒരുപാട് ചില ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠനത്തിൽ എത്രത്തോളം PKPSC കോർണർ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഇപ്പോൾ അവൈലബിൾ ആയിരുന്നു? നമുക്ക് ചില സമയത്ത് നമുക്ക് ഡൗൺ ഒക്കെ ആവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു മെൻറ്റർഷിപ്പ് ഒക്കെ ആവശ്യമാണ്, ഗൈഡൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ PKPSC കോർണർ ഈ ഒരു യാത്രയിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഞാൻ ഈ LDയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു PS സാറിൻ്റെ അവിചാരിതമായിട്ട് ഏതൊരു ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് ഞാൻ അതിൽ വന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കേട്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ വേറെ എവിടെയും നോക്കിയിട്ടില്ല, ഡിഗ്രി ലെവലിന് അതാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ PK സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. എവിടെയാണ്, അതായത് നമ്മൾക്ക് ചിലപ്പോൾ നമുക്കൊരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു ആവശ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പല സ്റ്റേജുകളിലും ഒരുപാട് പേര് ഞാൻ അങ്ങനെ മെൻറ്റേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്താണ് പ്രശ്നം, എൻ്റെ ഇന്ന സ്ഥലത്ത് എനിക്ക് പ്രശ്നമുണ്ടെന്നറിയാം, പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരാളോട്, ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കാൻ നിന്നാൽ ഒരുപാട് നാളെടുക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ടൈം വേസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള PK പോലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുക. അവർ പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് അത് ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഇങ്ങനെ എല്ലാ മെൻറ്റേഴ്സും നമുക്ക് അറിയില്ല ഏതാണ് ട്രസ്റ്റ്. ഇപ്പോൾ യൂട്യൂബ് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. എങ്ങനെയാണ് ഒരു നല്ല ഒരു മെൻറ്റർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഒരുപാട് പേരിപ്പോൾ പുതിയ പിള്ളേരാണെങ്കിൽ അറിയുന്നില്ല അവർക്ക് എന്താണ് പ്രോപ്പറായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുക? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. അതായത് ഫെയിലിയറിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഫെയിലിയർ വരുമ്പോഴാണ് നമ്മളിങ്ങനെ റീതിങ്ക് ചെയ്യുക, നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ശരിയല്ല, അതിലെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതൊരു സ്റ്റേജ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരാളുടെ ഒരു മെൻറ്റർഷിപ്പിൽ നിന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അയാൾ പറഞ്ഞ എല്ലാം നമ്മൾ കേട്ടു, സക്സസ് ആയില്ല. ഞാനൊരു ഇൻഡിവിജ്വലിനെ പറയുന്നതല്ല, പക്ഷേ ചിലപ്പോൾ നമ്മുടെ രീതികളായിരിക്കും. അപ്പോൾ അത് എവിടെയാണ് കണ്ടുപിടിച്ച് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം അത് മനസ്സിലാക്കി സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വയം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി റിസൾട്ട് നോക്കുക.
റിസൾട്ട് നോക്കിയാൽ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. വൺസ് നമ്മളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാതിരിക്കുക. അത് തന്നെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. പല സ്ഥലത്തു നിന്നുള്ളത് കളക്ട് ചെയ്യാതെ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവിടുന്ന് ഫോളോ ചെയ്യാമെന്നാണ് ലിമിറ്റ് റിസോഴ്സസ്. ഓക്കെ. ഇനി ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ബാക്കി എല്ലാ എക്സാമിനെ പോലെ ഇപ്പോൾ ഒരുപാട് എക്സാംസിന് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാംസിന്. അപ്പോൾ അത് ക്രാക്ക് ചെയ്ത ഒരാളാണ്, 27ാം റാങ്ക് മേടിച്ച ഒരാളാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇപ്പം എനിക്ക് തോന്നുന്നു PSCയുടെ ഒരുവിധം എല്ലാ എക്സാംസിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പോവുക. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സിൽ ഉള്ള കൺസെപ്റ്റ്സ് പക്കായിട്ട് പോവുക. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമ്മളോട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കത് എന്തായാലും ആ ഒരു സിലബസിനകത്ത് ഉള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ടെക്നിക്സ് ഇപ്പം എലിമിനേഷൻ എല്ലാവരും അറിയുന്നുണ്ടാവും ഓൾറെഡി. എലിമിനേഷൻ ടെക്നിക്ക് അതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് 1-2 ഓപ്ഷൻസ് നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യാം. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള മനസ്സിലാക്കുക. വേണമെങ്കിൽ കൈവച്ച് ഓപ്ഷൻ കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്ത് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ മനസ്സിൽ ഫോം ചെയ്തതിന് ശേഷം ഓപ്ഷൻസിലേക്ക് പോയാൽ ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒട്ടും അറിയാത്തൊരു ചോദ്യം പോലും നമ്മുടെ എക്സാമിനും സയൻസ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വെറുതെ ഓപ്ഷൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പം അവർ ചോദിച്ച ചോദ്യം എന്തോ ഫീമെയിൽ ഹോർമോൺ റിലേറ്റഡ് എന്തോ ആയിരുന്നു. അപ്പോൾ അതിലൊരു മെയിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കാര്യമാണ്, കൺസെപ്റ്റാണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്തായാലും ആയിരിക്കില്ല എന്ന് ഞാൻ എലിമിനേറ്റ് ചെയ്തു. പക്ഷെ അത് എലിമിനേറ്റ് ചെയ്തതോടുകൂടി എനിക്ക് കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ആദ്യം നമ്മുടെ ബേസ് ഉണ്ടാക്കുക, അതിനുശേഷം ഇങ്ങനെയുള്ള ടെക്നിക്കെല്ലാം വെച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആൻസറിലോട്ട് എത്താനായിട്ട്. എലിമിനേഷൻ ടെക്നിക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഇപ്പൊ സിലബസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ സിലബസ് കവർ ചെയ്ത് പഠിക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? നമുക്ക് 100% സിലബസ് കവർ ചെയ്തിട്ട് ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുമോ? എന്താണ് തോന്നുന്നത്? പറ്റും എന്ന് പറയുമ്പോൾ ഞാൻ 100% എന്നുള്ളത് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിരിക്കും. ആ സബ്ജക്റ്റ് വൈസ് ഡിഫറെൻ്റ് അപ്രോച്ച് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഹിസ്റ്ററി പഠിച്ച പോലെ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച പോലെയല്ല ജോഗ്രഫി പഠിച്ചത്. അത് ഓരോ സബ്ജക്റ്റിനും അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു അറ്റൻഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഒന്നും വെറുതെ ലീവ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പം ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ഒരുപാട് വാസ്റ്റ് ആണ് അല്ലേ? സിലബസ് നോക്കുമ്പോൾ കുറച്ച് മാർക്സ് ഉള്ളൂ, എന്നാൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നേരെ മറിച്ച് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പഠിച്ചാൽ കുറച്ചും കൂടെ സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ബാക്കി GK അല്ലാത്ത പോർഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇതിനൊക്കെ വേണ്ടി എത്ര സമയമാണ് ചെലവഴിച്ചിരുന്നത്? എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സബ്ജക്ട്സിന് എക്സാമിന്? എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ലീവ് ചെയ്തിട്ട് പോകുന്നത് ഇനിയൊരു ഇതിൽ നല്ലതല്ല എന്ന് ഞാൻ പറയും. എസ്പെഷ്യലി നമ്മളെപ്പോഴും ഒരു ഹൈ റാങ്ക് എയിം ചെയ്തിട്ട് വേണം, അങ്ങനെ തന്നെ നമ്മൾ പഠിക്കാവുള്ളൂ. അല്ലാതെ എനിക്ക് ലിസ്റ്റിൻ്റെ എവിടെയെങ്കിലും വന്നാൽ മതി എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലീവ് ചെയ്തിട്ട് പോകുന്നത് ഒരു നല്ല ഓപ്ഷനല്ല. ഇപ്പം ഇംഗ്ലീഷിൽ തന്നെയാണെങ്കിലും ഗ്രാമർ സെപ്പറേറ്റ്, വൊക്കാബുലറി സെപ്പറേറ്റ് അപ്രോച്ചാണ്. കാരണം വൊക്കാബുലറി ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. കാരണം വാസ്റ്റായിട്ട് കിടക്കാൻ നിങ്ങൾ പഠിച്ച വാക്ക് തന്നെ പരീക്ഷയ്ക്ക് വരണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല. ഗ്രാമറിന്റെ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ആ പോർഷനിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് മലയാളം. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞ് ലീവ് ചെയ്ത് പോകുന്നത്, ഇംഗ്ലീഷ് മാത്രമല്ല ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. പിന്നെ മാത്സിൻ്റെ കാര്യം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മാത്സ് എപ്പോഴും സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ടോപ്പിക് വൈസ് പഠിക്കണം. പക്ഷേ എല്ലാ ദിവസവും ഒരു മോഡൽ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് പോകുന്നതായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഇന്ന് പെർസെൻറ്റേജിനെ കുറിച്ച് പഠിച്ചു, ഇന്ന് പെർസെൻറ്റേജിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, എനിക്കെല്ലാം അറിയാം, അത് വിട്ടു. അടുത്ത ഞാൻ പ്രോഫിറ്റ് ലോസ് പഠിച്ചു, അത് കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഒരു മാസം കഴിഞ്ഞ് പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ഞാൻ പഠിച്ചതായിരുന്നല്ലോ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുക. മാത്സ് പ്രാക്ടീസ് ചെയ്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ സബ്ജക്ട്സ് ഉണ്ട് അല്ലേ, ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ സബ്ജക്ട്സും മാക്സിമം കവർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പഠിക്കണം എന്നാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ്റെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ എക്സാമിൻ്റെ അന്നത്തെ പെർഫോമൻസിനും. ഈ ലക്ക് ഫേവർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ്? അതോ നമ്മുടെ പ്രിപ്പറേഷൻസ് മാത്രമാണോ നമുക്ക് റിസൾട്ട് കൊണ്ടുവരുന്നത്? എന്താണ് തോന്നുന്നത്?
ലക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറയും ഇപ്പോൾ പി കെയുടെ ചാനൽ കാണാൻ പറ്റിയത് ചിലപ്പോൾ ഒരു ലക്കായിരിക്കും. കാരണം അങ്ങനെ കണ്ടു, അതിൽ ജോയിൻ ചെയ്തു, അങ്ങനെ. അല്ലാതെ നിങ്ങൾ പിന്നെ പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ലക്ക് മാത്രം കൊണ്ട് ഒരു പരീക്ഷയും ഇത് ചെയ്യാൻ പറ്റില്ല. പ്രിപ്പറേഷൻ തന്നെയാണ് ഒരു 95%. ഇപ്പം എക്സാമിൻ്റെ അന്നത്തെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടോ? എക്സാമിൻ്റെ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനതിൽ പറയാൻ എലിജിബിൾ ആണോയെന്ന് എനിക്കറിയില്ല. കാരണം LD എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഞാൻ നല്ലോണം പ്രിപ്പയർഡ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, അതേസമയം ടെൻസ്ഡും ആയിരുന്നു. അതെങ്ങനെ റിസൾട്ട് പേപ്പറിൽ വരും എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പം കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ ഈ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് പോയത്. എങ്കിലും നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ആയി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീരെ ടെൻഷൻ ഇല്ലാതാവൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്തായാലും എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഊഹം ഉണ്ടാവും ഏകദേശം എത്ര റാങ്ക് കിട്ടും എന്നുള്ളത്. റാങ്ക് 27 എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാനൊരു 100 ബിലോ റാങ്ക് കിട്ടുമായിരിക്കും. എക്സാം എഴുതി കഴിഞ്ഞും മൊത്തത്തിലൊരു റെസ്പോൺസ് കിട്ടിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫാമിലി ഒക്കെ പ്രതികരിച്ചത്? അവരെല്ലാരും ഭയങ്കര സന്തോഷമായി. ശരിക്കും സ്വദേശം എറണാകുളമാണ്, ഇപ്പം തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. ജോലിയുടെ ഭാഗമായിട്ടാണോ? ജോലി അല്ല, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ട്രിവാൻഡ്രത്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ജോലി ആയപ്പോൾ പിന്നെ ഇവിടെ സെറ്റിലായി. അപ്പോൾ ഈ ഒരു ജേർണിയിൽ, ഈ ഒരു സക്സസ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നന്ദി പറയാനുള്ളത് ആരോടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പേരുകളായിരിക്കും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രിപ്പറേഷൻ വൈസാണ്. ഫാമിലിയുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാലത്തും ഉണ്ട്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു ഇതിൽ ഞാൻ PKയോട് വളരെയധികം എന്താ പറയുക കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്സും സിലബസും കണ്ടപ്പോൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. കാര്യം LD എഴുതിയിരിക്കുമായിരുന്നു, അതിൻ്റെ ബേസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് പുതിയ ടോപ്പിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അത് വളരെ പെർഫെക്റ്റ് ക്ലിയർ ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയത് PKയുടെ ചാനലിൽ നിന്നാണ്. സോ ഈ 2021 ശേഷം PSCയുടെ പാറ്റേൺ നല്ലോണം മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലോസ് ഒക്കെ സിലബസിൽ വന്നു. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു അതിനോടുള്ള അപ്രോച്ച്? അപ്പം അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ PKയുടെ ഹെൽപ്പ് ഭയങ്കര. കാരണം നമുക്കത് എങ്ങനെ ചെയ്യണം, പരീക്ഷ എങ്ങനെ വരും എന്നുള്ളൊരു ഐഡിയ ഇല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ PK പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പം ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല നമുക്കത് ഏത് പോർഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണ് പ്രധാനം എന്നുള്ളത് ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ PK ഒരു ആക്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇപ്പം എന്ത് ചോദ്യം വരാം, ഏതൊക്കെ പോർഷനിൽ നിന്ന് എങ്ങനെയായിരിക്കും എക്സാമിന് വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ പോർഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് സമയവും ലാഭമാണ്, മുഴുവൻ പഠിച്ച് ടൈം വേസ്റ്റ് ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് എന്താ പറയുക വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ബുക്സിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു, SCRT NCRT. അപ്പോൾ ബുക്സ് ഏതൊക്കെയായിരുന്നു റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്? റാങ്ക് ഫയൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? PK ആണ് അതിനെ ഒരു പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതായത് ഓരോ സബ്ജക്ട്സിനും ഏതൊക്കെ റെഫർ ചെയ്യണം, അതിനാണ് സ്റ്റാൻഡേർഡ് ബുക്സ്. ഇപ്പോൾ നമ്മൾ പറയും UPSC, ഒതുക്കെ UPSC ആൾക്കാർ പഠിക്കുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബുക്കുകൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പൊളിറ്റിയുടെ ലക്ഷ്മികാന്തിൻ്റെ ബുക്ക്, അതുപോലെ എക്കണോമിക്സ്, അതെല്ലാം PK നമുക്കൊരു സെറ്റ് ഓഫ് ബുക്സ് പറഞ്ഞു. അപ്പം ഞാൻ PK പറഞ്ഞുകൊണ്ട് അത് മാത്രം ഫോളോ ചെയ്താണ് പോയത്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഒപ്പം ഒരുപാട് ചലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാവും. കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് എമർജൻസീസ് വരാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരാം. അപ്പോൾ ചലഞ്ചസ് ഏതൊക്കെയായിരുന്നു നേരിട്ടിരുന്നത്? അപ്പം തുടക്കത്തിൽ അത്ര ഈസി ആയിരുന്നില്ല അത്. കുട്ടികൾ പറഞ്ഞ പോലെ പഠിക്കാനിരിക്കുമ്പോൾ അവരത് ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമായിരുന്നല്ലോ. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കണോ, അപ്പം അവർ ഡിസ്റ്റർബ് ചെയ്യും ഒക്കെ വരുമായിരുന്നു. അപ്പം അത് നമ്മൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും പതുക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിലൂടെ അവർക്ക് മനസ്സിലാകും. നമ്മളെ എന്ത് വന്ന് പറഞ്ഞാലും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ അവരെ സഹായിക്കുകയുള്ളൂ, ബാക്കിയുള്ളത് അവർ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് അവരത് മനസ്സിലാക്കി അതനുസരിച്ച് പിന്നീട് പോകെ അവർക്ക് മനസ്സിലായി അമ്മ പഠിക്കുകയാണ്, അമ്മയെ ഡിസ്റ്റർബ് ചെയ്യരുത്, അങ്ങനെ ഒരു കാര്യം അവർ തന്നെ മനസ്സിലാക്കി എടുത്തു. ഇപ്പോൾ എമർജൻസി ഒക്കെ വന്നാൽ നമുക്ക് വേറെ വഴിയില്ല. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും
രണ്ടുപേർക്കും കോവിഡ് വന്ന് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് പികയുടെ ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ക്ലാസ്സുകൾ. കാരണം അത് മിസ്സാക്കില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തതാണ്. അതിൽ നിന്ന് ഞാൻ മാറാൻ തയ്യാറല്ലായിരുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്സ് ആണ്. ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇത് ഇൻസ്പിറേഷൻ ആണ്. കാരണം ഈ ടൈം മാനേജ്മെന്റ് എസ്പെഷ്യലി അമ്മമാർ നേരിടുന്ന പ്രധാന ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ അത് നമുക്കൊരു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി അതിനെ കൂടെ നിൽക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു, ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞു. അപ്പോൾ ബിഗിനേഴ്സ് ഒരുപാട് പേര് ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ആദ്യം തന്നെ പേടിക്കാതിരിക്കുക, ഒരു മുൻവിധിയോടെ വരാതിരിക്കുക. മുൻവിധി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ചിന്ത, അങ്ങനത്തെ ഉള്ള ചിന്തയൊന്നും കൂടാതെ ആദ്യം വരിക, ഓപ്പണായിട്ട് വരിക. പിന്നെ കമ്പയർ ചെയ്യാതിരിക്കുക ബാക്കിയുള്ളവരുമായിട്ട്. ഓരോരുത്തരും പല സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത് പ്രിപ്പറേഷൻ്റെ. അപ്പം അവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാവില്ല. അപ്പം നമ്മൾ സ്വയം ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ട്. ഇപ്പോൾ ഈ ഏജ് 34, 35 അല്ലെങ്കിൽ ഒരു റിസർവേഷൻ അനുസരിച്ചിട്ട് അപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്, പഠിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവരോടുള്ള എന്താണ് പറയാനുള്ളത്? അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, നമ്മളങ്ങനെ ഒരു ബോക്സിലകത്ത് ഒതുങ്ങാതെ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇപ്പോൾ വീട്ടമ്മയാണെന്നോ, ഇപ്പോൾ ഈവൻ വിദ്യാർത്ഥികളാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ പറയാം, അങ്ങനെ ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് കോളേജ് വർക്ക് ഉണ്ട് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ എക്സാമിൻ്റെ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. എക്സാമിന് ജയിക്കാൻ വേണ്ടി അത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അല്ലാതെ ഞാൻ ആരാണ്, ഞാൻ വീട്ടമ്മ ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പറ്റില്ല എന്നുള്ളൊരു രീതിയിലുള്ള ചിന്ത വരാതിരിക്കുക. പരീക്ഷയ്ക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അത് ആൻസർ ചെയ്തത് വീട്ടമ്മയാണോ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ള വ്യത്യാസത്തിലല്ല നമുക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക, ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക, അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യുക. പഠിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക, പഠിക്കാതിരിക്കാനല്ല എക്സ്ക്യൂസ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി ഫ്യൂച്ചർ ആസ്പിറേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇനി സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിലിപ്പം എൻ്റെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു. അപ്പം ഈ PSC ഫീൽഡിൽ ഇനിയിപ്പം ഗവൺമെൻറ് സർവീസിൽ ഞാൻ വിചാരിച്ചൊരു പോസ്റ്റിൽ എത്തിയെന്ന് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും എത്തി. അതിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ് ഇവിടെ ഇന്ന് ഈ ചെയറിൽ വന്നിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും ഒരുപാട് കാര്യങ്ങൾ PSC ആസ്പിറൻസിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തതിനും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് എൻ്റെ ഈ എക്സ്പീരിയൻസ് എല്ലാം ഇവിടെ ഷെയർ ചെയ്യാൻ ഒരവസരം തന്ന PSC കോർണറിന് വളരെയധികം നന്ദി. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഭാവി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. സോ ഇന്ന് നമ്മൾ കേട്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 27ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീരേഖയുടെ സക്സസ് സ്റ്റോറിയാണ്. ഇതുപോലൊരു സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും PSC കോർണറിന്റെ ഭാഗമാകാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. PSC കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനും സക്സസ് സ്റ്റോറികൾക്കുമായി പ്ലീസ് ഓൾസോ ഡു സബ്സ്ക്രൈബ് ടു PSC കോർണർ യൂട്യൂബ് ചാനൽ. മറ്റൊരു അധ്യായത്തിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്. PSC Corner. Craft your future.